അപ്പോൾ യൂഷ്വലി ഒരു മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കിയാൽ നമ്മൾക്ക് സംശയം തോന്നും. കാരണം ഈ ടവറിൽ വരുന്നത് കണ്ടുപിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ചെയ്തതാവാം എന്നുള്ളതാണ് നമ്മളുടെ ഒരു പ്രിസംഷൻ. ചിലപ്പോൾ അങ്ങനെ അല്ലാതെ ഉണ്ടാവാം, ചിലപ്പോൾ ചാർജ് പോയിട്ടാവാം, ഇവിടെ എന്തെങ്കിലും കാര്യമാവാം. പക്ഷേ അത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ബാധ്യത ഇതിൻ്റെ കസ്റ്റമർ ഇല്ലെങ്കിൽ ആരാണ് ഇതിൻ്റെ ഓണർ അയാൾക്കാണ്. അപ്പോൾ നമ്മൾ ഇയാളുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ആകുമ്പോൾ ഇയാളെ പറ്റി ഒന്ന് അന്വേഷിച്ച് എവിടെയുണ്ട്. അപ്പോൾ ആ സമയം ഇതിനെപ്പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മനോജ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഇങ്ങനെ എറണാകുളത്തുള്ള ഈ വണ്ടി അത് വടക്കോട്ട് സഞ്ചരിക്കുന്നുണ്ട് സാർ, അത് ഏകദേശം ആലുവ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് ശ്രദ്ധിച്ചോ, ഫോളോ ചെയ്തോ, എവിടേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാവണം. ഞാൻ സുധാകരനെയും ഈ പറയുന്ന നമ്മുടെ സ്ക്വാഡിലുള്ള വിനോദ് കുമാർ, റാഫി, റെജി, രാജേഷൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വണ്ടിയിലൊന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പുറപ്പെട്ടു. അപ്പോൾ നിങ്ങൾ എന്നിടയ്ക്ക് കോൺടാക്ട് ചെയ്യണം. റോഡിൽ എവിടെ വെച്ചും കോഴിക്കോട് എത്തുമ്പോൾ വിളിക്കണം, കോഴിക്കോടിൻ്റെ ബോർഡർ എത്തുമ്പോൾ വിളിക്കണം. അപ്പോൾ എവിടെ നിന്നെങ്കിലും നിങ്ങൾ തിരിയേണ്ടി വന്നാൽ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് ഡൈവർഷൻ എടുക്കണം. ഇല്ല, നിങ്ങളെവിടെയെങ്കിലും വെയിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളവിടെ വെയിറ്റ് ചെയ്യണം. അത് പറയാനുള്ള കാര്യം, ഈ മനോജ് തരുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ഈ എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട രണ്ട് മൊബൈൽ നമ്പർ ഉണ്ടല്ലോ, അത് രണ്ടാളാണോ ഒരാളാണോ നമുക്കറിയില്ല. എപ്പോഴും രണ്ട് മൊബൈൽ നമ്പർ എങ്ങോട്ട് തിരിയുന്നു അതനുസരിച്ച് വേണം അവരെ ഫോളോ ചെയ്യാൻ. അപ്പോൾ മനോജ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മനോജ് എൻ്റെ അടുത്ത് പറഞ്ഞു, സാർ അവർ അങ്കമാലി കഴിഞ്ഞ് പോന്നിട്ടുണ്ട് സാർ, അങ്കമാലി ഇത് ടൗൺ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ കണ്ണൂരിൽ നിന്ന് എനിക്ക് തോന്നുന്നു അവർ തൃശ്ശൂരെത്താൻ തന്നെ മിനിമം പോലീസ് വണ്ടിക്ക് ഒരു 5 മണിക്കൂർ മിനിമം എടുക്കും. എങ്ങനെയെങ്കിലും നന്നായിട്ട് ഓടിയാലും പോലീസ് വണ്ടിയാണെങ്കിൽ 5 മണിക്കൂർ എടുക്കും, മറ്റു വണ്ടിയാണെങ്കിൽ അതിൽ കൂടുതൽ സമയം എടുക്കും. ആ ട്രാഫിക്കും കണ്ണൂരിൻ്റെയും കോഴിക്കോടിൻ്റെയും മാഹിൻ്റെയൊക്കെ റോഡിൻ്റെ വീതി കുറഞ്ഞ സ്ഥലം ഇത് നമുക്കറിയാം, പ്രത്യേകിച്ച് ആലക്കോട് നിന്നാകുമ്പോൾ. അപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ മനോജ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ അവർ നേരെ കൊരട്ടി കഴിഞ്ഞിട്ടുണ്ട്, ചാലക്കുടി ഭാഗത്തേക്കാണെന്ന് തോന്നുന്നു സാർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മനോജിനോട് പറഞ്ഞു ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് സാർ തൃശ്ശൂർ കഴിഞ്ഞിട്ടുണ്ട് ഇവർ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ടീം ഏകദേശം കോഴിക്കോട് എത്തിയിട്ടില്ല, കോഴിക്കോടേക്ക് എത്താൻ തന്നെ മിനിമം 2 മണിക്കൂർ എടുക്കും. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മനോജ് വീണ്ടും വിളിച്ചു, സാർ തൃശ്ശൂരിൽ നിന്ന് ഇവർ വീണ്ടും വടക്കോട്ട് പാലക്കാട് ഭാഗത്തേക്കാണെന്ന് തോന്നുന്നു, മണ്ണുത്തി ഭാഗം കഴിഞ്ഞിട്ടുണ്ട് സാർ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ലൊക്കേഷൻ കൃത്യമായിട്ട് മനോജ് കിട്ടുന്നതനുസരിച്ച് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്കറിയാം, നമ്മളുടെ പ്രീപെയ്ഡ് കോളാണ് പ്രത്യേകിച്ചും എന്തെങ്കിലും മെസ്സേജ് വന്നുകൊണ്ടിരിക്കും. ഒന്നില്ല ചിലപ്പോൾ സർവീസ് പ്രൊവൈഡറുടെ മെസ്സേജ് ആവും, ഇല്ല ഏതെങ്കിലും ആഡിൻ്റെ മെസ്സേജ് ആവും. അപ്പോൾ ഏത് മെസ്സേജ് കിട്ടിയാലും അതനുസരിച്ച് നമുക്ക് ടവർ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ വിളിച്ചാൽ, അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചാലോ തിരിച്ചു വിളിച്ചാലോ ഒക്കെ നമുക്കത് ടവർ കിട്ടും. അപ്പോൾ അതിൻ്റെ ബേസിലാണ് മനോജ് എന്നെ ഇൻഫോം ചെയ്യണത്. അപ്പോൾ എനിക്ക് തോന്നി കണ്ണൂരിൽ നിന്ന് ഉള്ള സുധാകരൻ സിഐയും മറ്റുമൊക്കെ ഞങ്ങളുടെ ടീം ഈ തൃശ്ശൂർ ഏതായാലും എത്തിയവരെ പിടിക്കൽ നടക്കില്ല. പാലക്കാടേക്കാണെങ്കിൽ ഇവർ ചിലപ്പോൾ പോകുന്നത് കോയമ്പത്തൂർ റൂട്ടിനാവാം. പാലക്കാട് ഒന്ന് ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞാൽ അവരോട് എത്തില്ല. അപ്പോൾ ഞാൻ നേരെ വാളയാർ സ്റ്റേഷനിൽ വിളിച്ചിട്ട് അവിടുത്തെ എസ് ഐനോട് പറഞ്ഞു, ഇങ്ങനൊരു വെർണ കാറ് എറണാകുളം ഭാഗത്തുനിന്ന് അങ്ങോട്ട് വരുന്നുണ്ട്, ഞാൻ നിങ്ങൾ വീണ്ടും വിളിക്കാം, അവിടെ എത്തുമ്പോൾ ഓരോ സമയത്തും വിളിക്കാം, നിങ്ങളൊന്ന് റെഡി ആയിട്ടിരിക്കണം, കൂടെ പോലീസുകാർ വേണം, നിങ്ങൾ വെപ്പൺ കൈവശം കരുതണം. നമുക്ക് വേണ്ടത് 2 പേരും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ക്രിമിനൽസാണ്. അവർ കണ്ണൂർ വാണ്ടറ്റാണ്. അവരെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. എൻ്റെ ടീം അവരുടെ പുറകെ ഉണ്ട്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ടീം പുറകെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇനി സാധാരണ നമ്മൾ പോലീസിലെ ഒരു പ്രൊഫഷണൽ ജലസി ഞങ്ങൾക്കുണ്ടാവും. ജലസി എന്ന് പറയാൻ വയ്യ, ഒരു റെപ്യൂട്ടേഷൻ. ഉദാഹരണത്തിന് കണ്ണൂരത്തെ ഒരു ടീമിലെ റോബറി കേസിലെ പ്രതികളെ വാളയാർ എസ് ഐ ബ്ലോക്ക് ചെയ്ത് പിടിച്ചു എന്ന് പറഞ്ഞൊരു പത്രത്തിലൊക്കെ വാർത്ത വന്നാൽ അത് അതിൻ്റെ ക്രെഡിറ്റൊക്കെ വാളയാർ എസ് ഐക്കാണ്. ഈ പറയുന്ന ഞങ്ങളുടെ കണ്ണൂരിരിക്കുന്ന എനിക്കോ സി എ സുധാകരനൊന്നും എൻ്റെ ക്രെഡിറ്റില്ല, പോലീസുകാർക്കോ ആ വർക്ക് ചെയ്ത പോലീസുകാർക്കൊന്നും ക്രെഡിറ്റില്ല. അപ്പോൾ എസ് ഒന്ന് ചെയ്യാൻ സാറെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു 2 ആൾ ചിലപ്പോൾ കാണും, മിക്കവാറും 2 ആൾ കാണാൻ വഴിയുണ്ട്. അപ്പോൾ ഇവരുടെ സൈസ് ഒരു 6 അടി 2 ഇഞ്ച് ഉയരമുണ്ട് ഒരാൾക്ക്, ഏകദേശം അത്രയും തന്നെ സൈസ് മറ്റാൾ കാണും. അപ്പോൾ നിങ്ങൾ എന്തു വന്നാലും ശരി, ഇവരാരാണെന്ന് പറഞ്ഞാലും ശരി, എന്താണെന്ന് പറഞ്ഞാലും ശരി, ഇവരെ വിട്ടയക്കുന്ന പ്രശ്നമില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഇവർക്ക് വേണ്ടി ഇടപെട്ടാൽ നിങ്ങൾ പറയാം ഞാൻ പറഞ്ഞിട്ടാണെന്ന് പറയാം, എൻ്റെ അടുത്ത് ചോദിക്കാണ്ട് വിടണ്ടെന്ന് പറഞ്ഞേക്കണമെന്ന് പറയാം. ഇവർ വളരെ വാണ്ടക്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള ക്രിമിനലാണ് എന്നുകൂടി നിങ്ങൾ പറയണം. ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ വേണ്ടി വിളിക്കാൻ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ പാലക്കാട് എസ് പിയിലെ കണ്ണൂർ എസ് പി ആണ്. അപ്പോൾ ഞാൻ എസ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ എസ് പിനോട് വേണേൽ പാലക്കാട് എസ് പി ഞാൻ വിളിച്ച് പറയാം, അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലിരുന്നോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പാലക്കാട് എസ് പിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ 2 പ്രതികളെ പിടിക്കാൻ
വാളയാർ എസ് ഐൻ്റെ അസിസ്റ്റൻസ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വാളയാർ എസ് ഐ വേറെ ആരെങ്കിലും വിളിച്ചാലും വാളയാർ എസ് ഐ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ആരെങ്കിലും ഒന്ന് പറയാണ്ടൊരു വേർഡ് അദ്ദേഹത്തോട് പറഞ്ഞാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എസ് പി അത് വാളയാർ എസ് ഐനെ വിളിച്ചു പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഇവർ ഏകദേശം ഈ പറയുന്ന പാലക്കാട് ടൗണും ചന്ദ്രനാറും കഴിഞ്ഞ് പുതുശ്ശേരി കസ്ബ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, പുതുശ്ശേരി എന്നാണ് പറയുന്നത്. കസ്ബ സ്റ്റേഷൻ്റെ അടുത്താണ്. അവിടെ എത്താറായപ്പോൾ മനോജ് എന്നെ വിളിച്ചവർ സാറേ ഈ പാലക്കാട് പുതുശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവരുള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചു NH തന്നെ ആവില്ല. അപ്പോൾ പുതുശ്ശേരി NH തന്നെ ആവണം സാർ, പുതുശ്ശേരിയിലാണുള്ളത്. അപ്പോൾ ഞാൻ കുറേ കാലം അവിടെ SI ആയിരുന്നു, ഒരു 8-9 മാസം ഈ പറയുന്ന പുതുശ്ശേരി ഉള്ള കസ്ബ സ്റ്റേഷൻ SI ആയിരുന്നു. അപ്പോൾ എനിക്കറിയാം ഇവർ അവിടെ നിന്ന് ഒരു 20 മിനിറ്റ് കൊണ്ട് വേണമെങ്കിൽ ഇല്ല 25 മിനിറ്റ് കൊണ്ട് വളരെത്താൻ പറ്റും. അപ്പോൾ ഞാൻ വളരെസിനോട് പറഞ്ഞു ഇവർ പുതുശ്ശേരി കഴിഞ്ഞിട്ടുണ്ട്, അടുത്ത ട്രാവൽ ലൊക്കേഷൻ കിട്ടിയാൽ ഞങ്ങൾ വിളിക്കാം, ഈ വെർണാക്കാർ ഈ നമ്പർ കൂടി ഞാൻ അവർക്ക് കൊടുത്തു. ഈ പറയുന്ന 2 നമ്പർ അവരുടെ അടുത്ത് കാണും, മൊബൈൽ ഇതായിരിക്കും. ഇനി അവർ നിരപരാധി ആണെങ്കിലും ശരി അവർ നിങ്ങൾ പിടിച്ച് സ്റ്റേഷൻ നിർത്തിക്കൊള്ളണം, അതൊക്കെ ബാക്കി നമ്മൾ വെരിഫൈ ചെയ്തിട്ട് വിട്ടയച്ചാൽ മതി. അപ്പോൾ നിയമപ്രകാരവും അത് തെറ്റില്ല. കാരണം ക്രിമിനൽ പ്രൊസീജിയർ കോഡിൻ്റെ 41-ാം വകുപ്പ് അനുസരിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വേറൊരു പോലീസ് ഉദ്യോഗസ്ഥനോട് ഒരാൾ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡീറ്റെയിൻ ചെയ്യാനോ പറഞ്ഞാൽ നിയമപരമായിട്ട് ചെയ്യാനാണ് ബാധ്യസ്ഥനാണ്. CRPC പ്രൊവിഷനാണത്. അപ്പോൾ SI അത് സമ്മതിച്ചു. അപ്പോൾ പിന്നീട് എനിക്ക് ടവർ കിട്ടിയില്ല. പക്ഷേ എന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ SI എന്നോടൊന്ന് തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു സാർ ഇവരെ കിട്ടിയിട്ടുണ്ട്, 2 ആളെ ഞാൻ പിടിച്ച് സ്റ്റേഷനിൽ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റേഷനിൽ നിർത്തിയാൽ പോരാ, നിങ്ങളവരെ ലോക്കപ്പ് ചെയ്തു. സാർ ഒരു പ്രതിയാണോ? ഞാൻ പറഞ്ഞു സംശയം വേണ്ട, ഒരു പ്രതിയായിരിക്കും, നിങ്ങൾ ലോക്കപ്പ് ചെയ്തു, അതിൻ്റെ റിസ്ക് ഞാൻ എടുത്തോളും. ഈ പറയുന്ന കാറ് നിങ്ങളവിടെ ഭദ്രമായിട്ട് പൂട്ടി സൂക്ഷിക്കുക. ഇവിടുന്ന് പാർട്ടി വരുന്നുണ്ട്, അവർ വന്ന് സെർച്ച് നടക്കും, പരിശോധിക്കും. വേണ്ടി വന്നാൽ നിങ്ങളുടെ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റിൻ്റെ സേവനം ഞങ്ങൾ ഉപയോഗിച്ചോളും. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ സുധാരണ വിളിച്ചു പറഞ്ഞു ഇവർ വാളയാർ സ്റ്റേഷനിൽ ഇവർ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ വാളയാർക്ക് പുറപ്പെട്ടു. അപ്പോൾ സുധാരണയ്ക്ക് നേരെ പാലക്കാട് എത്തുന്ന വരുമ്പോൾ മണ്ണാർക്കാട് വഴി അവർ തിരിച്ചു. കാരണം തൃശ്ശൂർ വന്നിട്ട് പോകുന്നതിനേക്കാൾ എളുപ്പവർക്ക് മണ്ണാർക്കാട് നിന്ന് നേരെ പാലക്കാട് വന്ന് അവിടെ നിന്ന് വാളയാർക്ക് തിരിയലാണ്. സുധാരണ കൂടി വാളയാർ പോയി. വാളയാർ എത്തുമ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് സാർ ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളവരെ പ്രോപ്പറായിട്ട് ചോദിക്കണം, 2 പേരെയും സംസാരിക്കാൻ അനുവദിക്കാതെ മാറ്റി നിർത്തി ചോദിക്കണം. അവർ തമ്മിലൊരു കോൺവെർസേഷൻ പാടില്ല, കമ്മ്യൂണിക്കേഷൻ വേണ്ട. അപ്പോൾ ഒരാളെ ലോക്കപ്പ് ചെയ്തു, ഒരാളെ പുറത്തെടുത്തു. ഞാൻ പറഞ്ഞു നിങ്ങൾ ഹാൻഡ് കഫിട്ടോ, അവൻ്റെ കയ്യിലും പുറകിലും ബലങ്ങ് വെച്ചോ. അപ്പോൾ അവന് മനസ്സിലാവണം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഇവരാണ് പ്രതികളെന്ന്. എന്നാൽ അവൻ ഒരു കാര്യങ്ങൾ നമ്മുടെ അടുത്ത് തുറന്ന് പറയത്തുള്ളൂ. അവനൊന്ന് ബ്രേക്ക് ചെയ്യാൻ വരെ മാർഗമൊന്നുമില്ല. ചെയ്തു എൻ്റെ അടുത്ത് ചോദിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഫോൺ നമ്പർ എടുത്തു. അവൻ്റെ ഫോൺ നോക്കി, ആ ഫോണിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ട്രേസ് ഔട്ട് ചെയ്ത ഫോണാണ്. അപ്പോൾ അവനവിടുത്തെ കോടിക്കാരൻ്റെ മകനാണ്. അപ്പോൾ എൻ്റെ പേര് ഇപ്പോൾ ഞാൻ പറയുന്നില്ല, അവൻ്റെ പേര് S എന്ന് വിളിക്കാം. അപ്പോൾ അവനോട് പറഞ്ഞു നീ കാര്യങ്ങൾ പറയണം, നിൻ്റെ നമ്പർ ഞങ്ങൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്, നിൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് നിൻ്റെ അച്ഛൻ അവിടെ ഞങ്ങൾ പിടിച്ച് പോലീസ് സ്റ്റേഷൻ നിർത്തിയിട്ടുണ്ട്, അതുകൊണ്ട് മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നിൻ്റെ അച്ഛൻ കൂടി പ്രതിയായി പോവും. നിൻ്റെ കോറി നിനക്കറിയാമല്ലോ, പോലീസിനെ സംബന്ധിച്ച് ഒരു കേസ് എടുക്കാനൊരു ബുദ്ധിമുട്ടില്ല. നിൻ്റെ കോറി സെർച്ച് നടത്തിയാൽ അവിടെ നിന്ന് ഒരു 10 എക്സ്പ്ലോസീവ്സ് കണ്ടെടുക്കാൻ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, ഒരുപാട് വയലേഷൻസ് കാണും. അപ്പോൾ പറഞ്ഞു സാർ ഇത് എനിക്ക് മനസ്സിലായി സാർ, ഇത് കാര്യങ്ങളറിയാം, ഞാൻ പറയാം. അപ്പോൾ അങ്ങനെയാണ് ഈ പറയുന്ന S എന്ന് പറയുന്ന ആൾ, ആളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തം കൂടി ഉണ്ടായിരുന്നു. അവൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അവൻ മലയാളിയാണ്. അപ്പോൾ 2 ആളെയും കൂട്ടി അവിടെ ഇറക്കി നിർത്തി, മാറ്റി നിർത്തി ചോദിക്കുമ്പോൾ ഒരു കാര്യം പറയാം. ഇവന് ഈ കോറിയിലേക്കുള്ള എക്സ്പ്ലോസീവ്സ് എടുക്കാൻ വേണ്ടി സേലത്താണ് താമസിക്കുന്നത്. സേലത്തൊരു വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് സേലം ഹൈവേയിൽ NH നിന്നും ഒരു 1-1.5 കിലോമീറ്റർ അകത്തേക്ക് മാറി ഒരു വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ താമസിക്കുന്നത്. സാധാരണ ഇവന് ഈ പറയുന്ന എക്സ്പ്ലോസീവ്സ് ഇവിടെ എത്തിച്ചു കൊടുക്കുന്ന സജ്ജൻ എന്ന് പറഞ്ഞൊരു തമിഴുണ്ട്. അപ്പോൾ അവനാണ് സാധാരണ ഇടക്കൂടെ എത്തിച്ച് ഇവൻ അവിടെ നിന്ന് ചിലപ്പോൾ മേടിച്ച് കൊടുത്തു വിടും. ഈ പറയുന്ന S കണ്ണൂരാണെങ്കിൽ ഇവൻ അവിടെ നിന്ന് എക്സ്പ്ലോസീവ്സ് എത്തിച്ചു കൊടുക്കും, അതിൻ്റെ പൈസയും ചിലവൊക്കെ കൊടുക്കും. എന്നാലും വലിയ ലാഭമായിരിക്കും, കാരണം ഈ പറയുന്ന മറ്റ് പ്രോട്ടോക്കോളൊന്നും പാലിക്കാണ്ട് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അവനായിട്ടുള്ള പരിചയം വഴിയാണ് അവിടെ താമസിക്കുകയാണ് ഇവർ. അവിടെ സേലത്തൊരു വീട് ഇവൻ വാടകയ്ക്കെടുത്ത് അവരായിട്ട് താമസിക്കുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് ഇവന് സാമ്പത്തികമായിട്ട് കുറേ ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഇവൻ ഈ പറയുന്ന ബ്രിജിത്ത എന്ന് പറയുന്ന സിസ്റ്റർ, ജർമ്മനിയിലെ നേഴ്സായിരുന്ന ഈ സിസ്റ്ററെ കണ്ടിട്ടുണ്ട്. ഇവർ കഴുത്തിലും കയ്യിൽ വളയും വിരലിലും മോതിരമൊക്കെ ഇട്ട് പോകുന്ന കണ്ടപ്പോൾ ഇവന് മനസ്സിലായി ഇവരുടെ അടുത്ത് അത്യാവശ്യം നല്ല പൈസ ഉണ്ട്. ഒറ്റക്ക് താമസിക്കുന്ന സ്ത്രീ, 2-2.5 ഏക്കർ ഭൂമിയിൽ നല്ല തെങ്ങും അത്യാവശ്യം വരുമാനമുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം, ജർമ്മനിയിൽ നിന്ന് ഇവർക്ക് പെൻഷൻ ഉണ്ടെന്നാണ് ഇവന് കിട്ടിയിരിക്കുന്ന വിവരം. അപ്പോൾ ഒരു പെൻഷൻ വേറെ ആരും ഇല്ലാതാണ്. അപ്പോൾ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഇവൻ ഒറ്റയ്ക്ക് ചെയ്യാൻ ധൈര്യമില്ലാത്തത് കൊണ്ട്
ഈ സേലത്തുള്ളവൻ്റെ കൂട്ടുകാരെ സജ്ജൻ, ഒരു സഭാപതി എന്ന് പറഞ്ഞെടുത്ത് ഇവർ 5 പേരെ ഇവൻ തിരഞ്ഞെടുക്കുകയാണ്. ഇവർ ഈ സംഭവം നടക്കുന്നതിൻ്റെ അന്നാണ് അവിടെ നിന്ന് വരുന്നത്. അന്ന് വന്ന് ഇവർ കണ്ണൂർ ടൗണിലൊക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഈ പറഞ്ഞ സമയം പോകുമ്പോൾ ഇവന് വേണ്ടി വീട്ടിൽ പോകേണ്ട നേരെ ഒരു 7 മണിയോട് കൂടി കാറ് കുറേ അപ്പുറത്ത് മാറ്റി നിർത്തിയിട്ട് ഇവരൊക്കെ കൂടി ഈ പറയുന്ന വീടിൻ്റെ സൈഡിൽ കൂടി മൺതിട്ട വഴി ഈ പറയുന്ന ഷീറ്റിൻ്റെ മേലെ കൂടി അകത്തേക്ക് കിടക്കുകയാണ്. ആ ഒച്ച കേട്ടിട്ടാണ് നമ്മുടെ സിസ്റ്റർ ബ്രിജിത്ത ആരാണ് ഇല്ല എന്താണ് ഒച്ചെന്ന് നോക്കാൻ വേണ്ടി സിറ്റ് ഔട്ടിലേക്ക് വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് വരുന്നത്, ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും. അന്നേരമാണ് ഇവർ പെട്ടെന്ന് ചാടി ബാൽക്കണിയിലേക്ക് കിടന്ന് ബലം പ്രയോഗിച്ച് ബ്രിജിത്തെ കീഴടക്കി താഴെ കൊണ്ടുപോയി ഇതുപോലെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഏകദേശം അവൻ പറഞ്ഞതനുസരിച്ച് കിട്ടിയിരിക്കുന്ന ഡയമണ്ട്സ് എനിക്ക് ഡയമണ്ട്സ് ആണ് എന്ന് പറഞ്ഞതിനെ പറ്റി അറിയാത്തതുകൊണ്ട് കുറേ എനിക്കൊണ്ട് അവർ ഉപേക്ഷിച്ചെന്നാണ് ഇവർ പറഞ്ഞത്. ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ കൂടി ഇവർ കൊണ്ടുപോയി അത് മുഴുവൻ കോയമ്പത്തൂരും സ്ഥലത്തൊക്കെ വിറ്റ് പൈസ മേടിച്ചു. ഏതായാലും ഇവൻ്റെ ഇൻഫർമേഷൻ അനുസരിച്ച് ഇവൻ സേലത്തെടുത്ത വീട്ടിലെത്തിയാൽ ഈ പറയുന്ന ഇവൻ്റെ കൂടെയുള്ള സജ്ജൻ എന്ന് പറയുന്നവൻ അവിടെ വരും. അങ്ങനെ സാജു എന്നാണ് ചുരുക്കപ്പേര് വിളിക്കാമെന്ന് പറഞ്ഞവർ. അപ്പോൾ ഈ എന്തെങ്കിലും പ്രോപ്പർട്ടി കൊടുക്കാനുണ്ട് ഇല്ലെങ്കിൽ പൈസ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞാൽ അവൻ വരും. ഇവൻ വിളിച്ചു വരുത്താം. അവൻ വളരെ ഡേഞ്ചറസ് ആണെന്നാണ് അവൻ പറഞ്ഞത്. സുധാകരനെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യുക, നിങ്ങൾ ഹാൻഡ് കഫ് വേണമെങ്കിൽ വളയാർന്ന് ഒരെണ്ണം കൂടി മേടിക്കുക, ഇവരെ ഉടനെ കൂട്ടിക്കോ, അല്ലെങ്കിൽ ഒരുത്തനെ വേണമെങ്കിൽ വാളയാർ ലോക്കപ്പിൽ ഡീറ്റെയിൻ ചെയ്യുക. ഈ പറയുന്ന എസ് എന്ന് പറയുന്ന നമ്മുടെ കണ്ണൂക്കാരൻ കോറി ഉടമസ്ഥൻ്റെ മകനെയും കൂട്ടി അവൻ്റെ വണ്ടിയിൽ തന്നെ നിങ്ങളോട് പുറപ്പെട്ടോ, പോലീസ് വണ്ടി പുറകെ പുറട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ സുധാകരൻ യൂണിഫോമിലും മറ്റുള്ളവരൊക്കെ മഫ്റ്റിലുമായിട്ട് ഇവൻ്റെ വണ്ടിയിൽ ഈ എസിൻ്റെ വണ്ടിയിൽ കയറി സുധാകരൻ്റെ വണ്ടിയിൽ 1-2 പേര് കയറി ഇവർ നേരെ ഈ എസ് കൂട്ടിക്കൊണ്ടുപോകുന്നതനുസരിച്ച് സേലത്തേക്ക് പുറപ്പെട്ടു. സേലത്ത് വേണ്ടി വീട്ടിലെത്തി കഴിയുമ്പോൾ വീടൊക്കെ തുറന്ന് നോക്കുമ്പോൾ ഫ്രണ്ട് ഡോറ് മാത്രമല്ല, പിൻവശം ഡോറില്ല. ഔട്ട് സൈഡിലൊരു ബാത്റൂമുണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂം വേറെ ഉണ്ട്. അപ്പോൾ ഇവൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഓടാനും പിടിക്കാനൊക്കെ നിന്ന ബുദ്ധിമുട്ടാവും, നീ സജ്ജനെ വിളിക്കുക. അപ്പോൾ ഈ പറയുന്ന എസ് എന്ന് പറഞ്ഞ ആൾ അവൻ്റെ ഫോണിൽ നിന്ന് സജ്ജുവിനെ വിളിച്ചു. അപ്പോൾ സജ്ജൻ പറഞ്ഞു എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു, നിൻ്റെ കുറച്ച് പൈസ വീതം ഞാൻ തന്നേക്കാം, ഞാനിപ്പോൾ എറണാകുളത്ത് എത്തിയുള്ളൂ, വേറെ 1-2 കാര്യമുണ്ട്, നീ ഒന്ന് വന്നാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ വിനോദ് കുമാർ ഈ പറയുന്ന വേറൊരു രജിസ് കറിയും കൂടി വീടിൻ്റെ ഉള്ളിൽ നിന്നു. റാഫി എന്ന് പറഞ്ഞ പോലീസുകാരനുണ്ട് ഈ പുറത്തുള്ള ടോയ്ലറ്റ് ഉണ്ട്, അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ. ഇനി സജ്ജൻ വന്ന് എന്തെങ്കിലും സംശയം തോന്നി പിന്നോട്ട് ഓടുകയാണെങ്കിൽ റാഫി ഇൻ്റർസെപ്റ്റ് ചെയ്യണം. വീടിനകത്തേക്ക് കയറിയാൽ വിനോദും സുധാകരനും കൂടി ചെയ്തോളാമെന്ന് പറഞ്ഞു, ബാക്കിയുള്ള കാര്യങ്ങൾ ഒരു ഡീൽ ചെയ്തോളാമെന്ന് പറഞ്ഞു. സുധാകരൻ നേരെ യൂണിഫോമിൽ വീടിൻ്റെ അകത്തേക്ക് പോയി. വിനോദ് ഈ പറയുന്ന ഇവൻ കയറി വരുന്ന മുറിയുടെ വാതിലിന് മറിഞ്ഞു നിന്നു. എസിനോട് പറഞ്ഞു, നീ വരാന്തയിൽ കസേരയിലിരിക്കുക, ഈ സജ്ജൻ വരുമ്പോൾ നീ നേരെ കസേരയിൽ നിന്നും എഴുന്നേറ്റ് അകത്തേക്ക് വരിക. അപ്പോൾ ഈ വരുന്ന സജ്ജൻ കരുതും നീ പൈസ എടുക്കാൻ വേണ്ടി അകത്തേക്ക് വരികയാണെന്നിട്ട് അവൻ പുറകെ വരും. നീ ഇതിനിടയ്ക്ക് എന്തെങ്കിലും സിഗ്നൽ കൊടുക്കാനോ മറ്റോ നിന്നാൽ നിനക്കറിയാം അവിടെ ടോയ്ലറ്റിലൊരാൾ ഒളിച്ചിരിക്കുന്നുണ്ട്, അയാൾക്ക് നിന്നെ കാണാം, നിന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ ഓടാൻ പോയാലും ഞങ്ങൾ മറ്റൊന്നും നോക്കില്ല, അടുത്ത നടപടി ആയിപ്പോവും, ചിലപ്പോൾ ഷൂട്ട് ചെയ്യേണ്ടി വന്ന് ഷൂട്ട് ചെയ്യും. അപ്പോൾ ഇവൻ പറഞ്ഞില്ല സാർ, ഞാൻ കോപ്പറേറ്റ് ചെയ്യാം, നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്തോളാം. ഇവന് വരാന്തയിൽ കസേരയിലിരുന്നു. വിനോദ് കുമാർ അകത്ത്, സുധാകരൻ യൂണിഫോമിൽ വേറൊരു മുറിയിൽ പതിവ് നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന സജ്ജൻ വരുന്നു. ഈ കസേരയിലിരുന്ന എസ് സജ്ജൻ അടുത്ത് വന്നപ്പോൾ നേരത്തെ അകത്തേക്ക് നടക്കുന്നു. സജ്ജൻ പുറകെ അകത്തേക്ക് കയറാലും വിനോദ് അവനെ തൊഴിച്ചങ്ങ് താഴേക്ക് ഇട്ടു. തൊഴിക്കൊണ്ട് താഴെ വീണ് സജ്ജൻ്റെ ഒച്ച കേട്ട് ഈ പറഞ്ഞ സുധാകരൻ യൂണിഫോമിലും ഇവരൊക്കെ കൂടി വന്ന് സജ്ജൻ അവിടെ നിന്ന് ഹാൻഡ് കഫ് ചെയ്തു. സജ്ജൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ സജ്ജൻ്റെ കൂടെ ഉണ്ടായിരുന്നവൻ സഭാപതിയാണ്. അപ്പോൾ സഭാപതി എവിടെയെന്ന് ചോദിച്ചപ്പോൾ സഭാപതി ഉള്ളത് ഈ പറയുന്ന സേലം ഹൈവേയിൽ കള്ളക്കുറിശി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഒരു ടോളുണ്ട്, ടോളിൻ്റെ അടുത്താൽ മറ്റോണം എൻ്റെ വീട്, അവിടെ കിഴക്ക് വശത്താണ്. അവനവിടെ നിന്ന് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു.
അപ്പോൾ സജ്ജനോട് പറഞ്ഞു നീ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു, അപ്പോൾ അവനോട് വിളിച്ച് നീ ചോദിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സജ്ജൻ സഭാപതിനെ വിളിച്ചിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാനവിടെ വരാം. അപ്പോൾ സഭാപതി എന്നോട് പറഞ്ഞു നിനക്കുള്ള പൈസ ഷെയർ ഇവിടെ അതായത് സജ്ജൻ എന്ന് പറഞ്ഞ ആളുടെ അടുത്ത് എസ് കൊണ്ടെന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഷെയർ തരാൻ വേണ്ടിയിട്ടാണ് നീ അവിടെ വെയിറ്റ് ചെയ്യുക, കുറച്ച് സമയം എടുക്കും, ഞങ്ങളോട് വണ്ടിക്ക് വരാം. അപ്പോൾ എങ്ങനെ പിന്നെ അപ്പോൾ ഓട്ടോറിക്ഷയൊക്കെ മറ്റേ വരാം, ഞാൻ അവിടെ ടോളിൻ്റെ അടുത്ത് നിന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ സഭാപതി പറഞ്ഞു ശരി ഞാൻ ടോളിൻ്റെ അടുത്ത് നിൽക്കാമെന്ന് പറഞ്ഞു. ഇവർ ടോളിൻ്റെ അടുത്ത് കയറ്റുമ്പോൾ നമ്മുടെ അന്ന് വന്ന സജ്ജനെയും ഹാൻഡ് കഫ് ചെയ്തു. വിനോദും റാഫിയും കൂടി ഒരു ഓട്ടോറിക്ഷ പിടിച്ചു കൊടുന്നു. ഈ ഓട്ടോറിക്ഷ കയറിയിട്ട് ഇവർ നേരെ ഈ കള്ളക്കുറിശ്ശി ടോളിൻ്റെ അടുത്തേക്ക് പോകണം. അപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ തമിഴനാണ്. അപ്പോൾ ഈ ഓട്ടോറിക്ഷയിൽ ഇവർ പോകുമ്പോൾ ആ ടോൾ ഗേറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ അവിടെ സഭാപതി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ പറഞ്ഞ രൂപവും ഭാവവും മറ്റുള്ള സ്കെച്ചൊക്കെ വെച്ചോട്ട് നോക്കുക മനസ്സിലായി അതാണ് സഭാപതി. അപ്പോൾ സഭാപതിൻ്റെ കൂടെ വേറൊരു തമിഴും കൂടി സംസാരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന വിനോദ് നമ്മുടെ തമിഴ്നാട്ടുകാരനായ ഓട്ടോറിക്ഷ ഡ്രൈവറോട് പറഞ്ഞു നീ വണ്ടി തിരിക്കി. ഉടനെ തന്നെ ഡ്രൈവർ വണ്ടി തിരിച്ചു. അപ്പോൾ 1 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ പറഞ്ഞു നീ ഇവിടെ വണ്ടി നിർത്ത്. വണ്ടി നിർത്തിയപ്പോൾ വിനോദ് വിലങ്ങെടുത്ത് കട്ടിയിട്ട് പറഞ്ഞു ഞങ്ങൾ പോലീസാണ്. ഇത് ഈ ഓട്ടോറിക്ഷ ഡ്രൈവറോട് പറഞ്ഞു ഞങ്ങൾ പോലീസാണ്, അപ്പോൾ നീ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു കൊലപാതക കേസിലെ പ്രതിയെ പിടിക്കാനാണ്, അവനവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ നീ നിൻ്റെ നാട്ടുകാരനാണെന്ന് പറഞ്ഞ് അവൻ്റെ കൂടെ അവനെ സഹായിക്കാനും നിന്നാൽ ബുദ്ധിമുട്ടി പോവും. ഞങ്ങളുടെ ഇൻസ്പെക്ടറൊക്കെ കൂടി സേലം സ്റ്റേഷനിലുണ്ട്. ഞങ്ങൾ മഫ്റ്റിയിൽ അറിയാണ്ട് ഈ പ്രതി ഞങ്ങളെ തിരിച്ചറിയാണ്ടിരിക്കാൻ വേണ്ടി മഫ്റ്റിയിൽ വന്നതാണ്. അപ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവർ പറഞ്ഞു ഞാൻ സഹായിക്കാൻ സാർ, ഒരു പോലീസിനെ സഹായിക്കാനുള്ള സന്തോഷം എനിക്ക് കൊണ്ട് ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ഉണ്ടായി. പോലീസിൻ്റെ സഹായിച്ചൊരു പോലീസിൻ്റെ ജോലിയെടുക്കാൻ കിട്ടുന്നൊരു സമയമല്ലേ. ഇവർ നേരെ അവിടെ ചെന്നു. ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ ആ പറഞ്ഞവൻ്റെ അടുത്തും കൊണ്ട് കയറ്റി നിർത്തി. ഈ ഓട്ടോറിക്ഷ ഡ്രൈവറും താഴേക്കിറങ്ങി, 2 പോലീസുകാരും താഴേക്കിറങ്ങി സഭാപതിനെ പിടിച്ചു. ഈ രാജേന്ദ്രൻ ഈ കൂടെ ഉണ്ടായിരുന്ന റാഫി അപ്പോഴേക്കും ഈ സഭാപതിൻ്റെ കൂടെ ഉണ്ടായവന് ഒരു അടി കൊടുത്ത് താഴേക്ക് ഇട്ടു. ഇവർ 3 കൂടി പിടിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർ ഉൾപ്പെടെ ഈ സഭാപതിയെ പിടിച്ച് ഓട്ടോറിക്ഷയിൽ കയറ്റി ഇവർ അപ്പം തന്നെ അവൻ്റെ കൈ ഹാൻഡ് കഫ് ചെയ്തു. ഓട്ടോറിക്ഷ ഓടിച്ച് നേരെ ഈ അടികൊണ്ട് വീണവൻ താഴെ നിന്ന് എഴുന്നേറ്റ് കാര്യം മനസ്സിലാക്കി വരുന്നതിന് അവനും കൂടി തിരിച്ചോടി. കുറേ കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഈ പറയുന്ന നമ്മുടെ CIM പാർട്ടിയും കൂടി ഇവൻ്റെ എസിൻ്റെ വെർണ വണ്ടിയിൽ പുറകെ വന്ന് വെയിറ്റ് ചെയ്യേണ്ടായിരുന്നു. നേരെ കൊണ്ടുപോയി കാറിൻ്റെ ഉള്ളിൽ കയറ്റി ഈ മറ്റേ സജ്ജനയും ഇവിടുന്ന് മേടിച്ച സഭാപതിയും ഒക്കെ കൂടി ഹാൻഡ് കഫ് ചെയ്തു. വണ്ടി ഓടിച്ച് ഇവർ തിരിച്ച് പോരുകയാണ്. തിരിച്ച് പോരുന്ന വഴിയാണ് ഒരു 10-60 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴാണ് അടുത്തൊരു പ്രതിയെപ്പറ്റി ഇവർക്ക് വിവരം കിട്ടുന്നത്. അടുത്തൊരു പ്രതി ഇവനെ മറ്റൊന്ന് വിളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ കിട്ടാണ്ടായിരുന്ന അടുത്ത പ്രതി അവനവിടെ സ്ഥലത്തുണ്ടെന്ന് വിവരം കിട്ടുമ്പോൾ ഇവർ വീണ്ടും തിരിച്ചു ചെയ്യണം. തിരിച്ചിട്ട് പ്രതികളെയൊക്കെ സുധാകരൻ്റെ കാറിൽ ജീപ്പിലേക്ക് മാറ്റി. എന്നിട്ട് എസിൻ്റെ കാറിൽ എസിനെയും കൂട്ടി ഈ പറയുന്ന വിനോദും റാഫിയും കൂടി വീണ്ടും തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഓടിക്കുന്നത് എസ്സാണ്, ഒരു പ്രതിയാണ് ഓടിക്കുന്ന കാറ്. 2 പോലീസുകാരാണ് അതിൽ മഫ്റ്റിയിലുള്ളത്. അപ്പോൾ എന്നാലും എനിക്കൊന്ന് ആ എസ്സിനെ ഇവർക്കൊരു വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞു. അവനൊരു ഉറപ്പ് കൊടുക്കാനും ഇവൻ്റെ അച്ഛൻ പ്രതിയായിട്ട് പോലെന്നും ഒക്കെ ഒരു ഉറപ്പ് കൊടുക്കാൻ പറ്റിയതുകൊണ്ടാണെന്നും അവൻ സഹകരിച്ചു. അവൻ ഈ പറയുന്ന വാഹനം മറ്റവൻ്റെ അടുത്ത് കൊണ്ടേ നിർത്തി. ഇവർ 2 കൂടി അവനെയും കൂടി ബലമായിട്ട് പിടിച്ച് വണ്ടിയിൽ കയറ്റി ഹാൻഡ് കഫ് ചെയ്ത് നേരെ തിരിച്ചു വന്നു. ഇവൻ്റെ കാറും ഇതും കൂടി ഇവർ കണ്ണൂർ വന്നു. കണ്ണൂർ വന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ പറയുന്ന സഭാപതി എന്ന് പറഞ്ഞവനും സജ്ജനൊക്കെ അവിടെ ഒരുപാട് കേസ് പ്രതികളാണ്. ഈ സഭാപതി ഒരു മർഡർ ഫോർ ഗെയിൻ കേസ് പ്രതിയാണ്. ഒരുത്തനെ കൊന്ന് പണം കവർന്ന കേസ് പ്രതിയാണ്. എന്ത് ചെയ്യാൻ മടിയില്ലാത്തവരും നമ്മൾ പറയുന്ന പോലെയുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെ കൊണ്ടൊന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ നേരത്തെ ഈ അവിടെ വെച്ച് തന്നെ പ്ലാൻ ചെയ്തതാണ്. സേലത്ത് വെച്ച് തന്നെ ഒരു ഡക്കോയിറ്റ് ഈ ബ്രിജിസ്ത്രയുടെ വീട്ടിൽ ഡക്കോയിറ്റ് നടത്താൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ്. ഇവർ എറണാകുളത്ത് വന്നിട്ട് അവിടെ ഒരു റൂം വാടകയ്ക്കെടുത്ത് അവിടെ താമസിച്ചിരുന്നു. ഈ മറ്റുള്ള കാര്യങ്ങൾ അറിയാനും ഇതിൻ്റെ ഡിസ്പോസലൊക്കെ ചെയ്യാനുള്ള കാര്യം കൂടി നോക്കിയിട്ടാണ്. പക്ഷേ വൈരക്കൽ വർക്കൊന്നും മുഴുവൻ വിൽക്കാൻ പറ്റിയിരുന്നില്ല. പിന്നീട് വീണ്ടും ചോദിച്ച് ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്ത് ഇവരെ കൂട്ടിപ്പോയി ഈ ബ്രിജിത്തൻ്റെ സ്വർണ്ണാഭരണങ്ങൾ എനിക്കൊണ്ടൊരു ഏറിയ പങ്കും നമുക്കത് സീസ് ചെയ്യാൻ പറ്റി. പലതും അത് ഉരുക്കിയ നിലയിലാണ് നമുക്കിത് കിട്ടിയത്. ഈ പറയുന്ന നമുക്കറിയാം, ഈ പറയുന്ന ഗോൾഡ് സ്മിത്തിൻ്റെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ, സ്വർണ്ണക്കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ പഴയ സ്വർണം ഉരുക്കിയ ഒരു പുതിയ ആഭരണങ്ങൾ പണിയാൻ നോക്കും. എന്നത് ഉരുക്കിയ നില നമുക്ക് കണ്ടെടുക്കാൻ പറ്റി. പക്ഷെ നമുക്കത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ പറയുന്ന ഈ ബ്രിജിത്ത എന്ന് പറയുന്ന നമ്മുടെ സിസ്റ്ററിൻ്റെ ഈ ആഭരണത്തോടുള്ള ഭ്രമമാണ് ഈ കേസ് പിടിച്ചു വരുത്തിയത്.
അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ എസ്സിനുണ്ടായിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് അതിന് ഒക്കെ ഒരു പ്രേരകമാകുകയും ചെയ്തു. ഏതായാലും അന്ന് ആ പ്രദേശത്ത് എനിക്ക് തോന്നുന്നൊരു വലിയ ഈ കാരണം മറിയക്കുട്ടി ഇതിനെ കൊലപ്പെടുത്തിയ ആഭരണം പോയത് നമ്മൾക്ക് കിട്ടാണ്ടിരിക്കുന്നു. ഈ ഒരു കേസിൽ ഒരു പക്ഷേ ഈ ബ്രിജിത്ത മരിക്കാണ്ടിരുന്നത് ബ്രിജിത്തൻ്റെ ഭാഗ്യമാണ്. കാരണം ഇവരെ മുറിക്കുള്ളിൽ പൂട്ടിയിടാൻ ശ്രമിച്ച ബ്രിജിത്തിനെ അവർ അത്യാവശ്യം ഉപദ്രവിച്ചിട്ടുണ്ട്. അന്നേരം തൊഴിക്കുന്ന തൊഴി ഈ പറയുന്ന തമിഴ്നാട്ടുകാരായ സമ്പത് കുമാറോ മറ്റൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ബ്രിജിത്തൻ്റെ ജീവിതം അതോടുകൂടി തീർന്നാനേ. എങ്കിലും അത് ഒരു നല്ല ഡിസിഷനാക്കാനും എനിക്കുള്ളതായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന സുധാകരനും ഈ പറയുന്ന പോലീസുകാരായ വിനോദ് കുമാർ, റാഫി, റജീസ് കറിയ, രാജേഷ് ഇവർക്കൊക്കെ എനിക്കൊണ്ട് നാട്ടുകാർ വലിയൊരു സ്വീകരണം കൊടുത്തു. കാരണം നാട്ടുകാർക്കത് വലിയൊരു അഭിമാനത്തിൻ്റെ പ്രശ്നമായിരുന്നു. ഒരു സുരക്ഷിതത്വ ബോധം ഇല്ലാണ്ടായതിൻ്റെ പ്രശ്നമാണ്. പക്ഷേ ഏതായാലും നല്ല നിലക്ക് തന്നെ അവർക്ക് ആ കേസ് ഡിസിഷനാക്കാൻ കഴിഞ്ഞു. ആ കേസിൽ നിൽക്കുകൊണ്ട് അവർക്കൊരു കൺവിക്ഷൻ മേടിച്ചു കൊടുക്കാൻ പറ്റി. അതിൽ ഈ മനോജ് കുമാർ എന്ന് പറഞ്ഞ ASI അദ്ദേഹത്തിൻ്റെ ഇത് എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹമാണ് അതിൻ്റെ പുറകെ നിൽക്കാനും മറ്റുമൊക്കെ ഉണ്ടായത്. മനോജ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഓഫീസിൽ കണ്ണൂർ SP ഓഫീസിൽ ജോലി എടുത്തിരുന്ന വേറൊരു പോലീസുകാരുണ്ടായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു DYSP സുദർശനായിരുന്നു ആണ് എൻ്റെ ഓർമ്മ. സുദർശൻ ഉണ്ടായിരുന്നു. ഏതായാലും വളരെ നല്ല നിലക്ക് തന്നെ അതിൻ്റെ ഒരു ഡിറ്റക്ഷൻ, അതോടൊപ്പം തന്നെ അത് പിന്നീട് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ചാർജ് കൊടുത്ത സുധാകരൻ അത് ഒരു കൺവിക്ഷനിൽ കൾമിനേറ്റ് ചെയ്യിപ്പിക്കാനും പറ്റിയെന്നുള്ളത് സന്തോഷപ്രദമായ കാര്യമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ നമ്മളെയൊക്കെ പിടിച്ച് ഒലച്ചൊരു സംഭവമായിരുന്നു ഈ കൊല്ലം ജില്ലയിൽ ഓയൂരിൽ 6 വയസ്സുള്ളൊരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസ്. അത് മോചന തുക അല്ലെങ്കിൽ മോചനദ്രവ്യം ആവശ്യപ്പെട്ടിട്ടാണ് ഇവർ വിളിച്ച് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ക്രിമിനൽസ് വിളിച്ചിട്ട് കുട്ടീൻ്റെ അമ്മയോട് സംസാരിച്ചത്. അപ്പോൾ ഇത് ഒരു ആദ്യത്തെ സംഭവമല്ല. പലപ്പോഴും എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ സംഭവങ്ങൾ റിപ്പീറ്റഡായിട്ട് പല സ്ഥലത്തും നടക്കാറുണ്ട്. കാരണം 2013 ഞാൻ ക്രൈംബ്രാഞ്ച് SP ആണ്.